വൈകുന്നേരങ്ങളിൽ പരിപാടി ഇതൊക്കെയാണ് കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങും. കാരണം വീടിൻ്റെ അടുത്ത് തന്നെയുള്ള പാർക്കാണ്. അവിടെ ഇങ്ങനെ കുറേ ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ വെറുതെ അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കളിക്കും. ഞാൻ അത്ര സ്പീഡിലൊന്നും നടക്കുന്ന ആളൊന്നല്ല, പതുക്കെ നടക്കൂ. അങ്ങനെ പിന്നെ അവിടെ കുറച്ച് നടന്ന് പിന്നെ അതിൻ്റെ അടുത്ത് വേറൊരു പാർക്കുണ്ട് കേട്ടോ. അവിടെ കുറച്ച് സൈലൻ്റ് ആയ ഒരു പാർക്കാണ്. അത്രയും ആൾക്കാരൊന്നും ഇല്ല, ശബ്ദമൊന്നും ഇല്ലാത്ത അവിടത്തേക്കാണ് പിന്നെ നമ്മൾ നടന്ന് പോയത്. പോകുന്ന വഴിക്ക് അവിടെ നല്ല പൂക്കളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് തൊട്ട് നോക്കി. അങ്ങനെ നടന്ന് കാരണം നടത്തം നല്ല രസമാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ റോട്ടിലോട്ടായാലും നടക്കാൻ രസം തന്നെയാണ്. അങ്ങനെ നടന്ന് പോവുകയാണ്. പിന്നെന്താ ചെയ്യുക, അടുത്ത പാർക്കിലെത്തി. അപ്പോൾ അവിടെയാണെങ്കിൽ കുറേ പൂച്ചകളുണ്ട് കേട്ടോ ഈ പാർക്കിൽ. കാരണം അധികവും ഞാൻ ഒരു പൂച്ചകളെ കാണാൻ വേണ്ടി, കാരണം എല്ലാ പൂച്ചയും നമ്മുടെ നാട്ടിലെ നാടൻ പൂച്ചയുണ്ട്, അല്ലാത്ത പൂച്ചയുണ്ട് കണ്ട. അപ്പോൾ അവിടെ നടന്നെല്ലാം എത്തുമ്പോഴേക്കും 6 മണിയെല്ലാം ആയിന്. കാരണം കുറച്ച് ഇരുടായിപ്പോയി. അപ്പോൾ ഇരുടായതുകൊണ്ട് തന്നെ കണ്ടോ, ഇരുട്ട് വന്നതുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ എല്ലാം ശരിക്കും കാണും. അപ്പോൾ എങ്ങനെ നടന്നു പോയപ്പോൾ അവിടെ തന്നെ ഒരു പൂച്ചയുണ്ട് കണ്ടോ. ആ പൂച്ചേൻ്റെ അടുത്തേക്കാണ് പോകുന്നത് കേട്ടോ. അതാ പൂച്ച. പക്ഷെ പൂച്ച എന്നെ കണ്ടപ്പോൾ ഒറ്റ ഓട്ടം, ഓടിയ വഴിക്ക് അയ്യോ ഓടി. അപ്പോൾ പിന്നെ വേറൊരു പൂച്ചയെ കണ്ടോ, അതിൻ്റെ മഞ്ഞ കണ്ണിങ്ങനെ മഞ്ഞ പോലെ ഒളിയുന്നു. അതും എന്നെ കണ്ടപ്പോൾ ഓടി അപ്പുറത്തേക്ക് തുള്ളി ഓടി ചാടിപ്പോയി. കണ്ണുകളിങ്ങനെ ഒളിയുന്നു. പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് നടന്നപ്പോൾ വേറൊരു പൂച്ച, നല്ല ബ്ലാക്ക് പൂച്ച കണ്ടോ. അതിൻ്റെ കണ്ണ് കണ്ടോ, ബൾബ് പോലെ തിളങ്ങുന്നത്. എന്നെ കണ്ടിട്ട് ഞാൻ അതിനോട് ഇങ്ങനെ വർത്താനം പറ്റും, അത് നീ ചോടിയിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത് അടുത്ത് പോയിട്ട് അങ്ങനെ അത്രയും അടുത്ത് പോയപ്പോഴും അതെന്നെ നോക്കിയെന്നല്ലാണ്ട് ഓടിയിട്ടില്ല. നല്ല സ്നേഹമുള്ള പൂച്ച. അത് ആൾക്കാരുമായിട്ട് ഇണങ്ങിയ പൂച്ചയായതുകൊണ്ടാണ് എന്നിട്ട് ഞാൻ വീണ്ടും പോയി എന്നെ കണ്ട് ഓടുമെന്ന് ചോദിച്ചിട്ടാണ് പോയത്. പക്ഷെ പോയിട്ടില്ല അതിങ്ങനെ എന്നെ തന്നെ നോക്കി, ഞാനും നോക്കി. അവിടെ കുറച്ച് സമയം ഇങ്ങനെ അതിനോട് എന്തെല്ലാം പറഞ്ഞ് അങ്ങനെ നിന്ന്. അങ്ങനെ പാർക്കിൽ വന്നാൽ എപ്പോഴും നല്ല രസമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാഴ്ചയുണ്ട്. പിന്നെ കുറേ മൈനകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇരുടായതുകൊണ്ട് അങ്ങനെ അത്രയും ക്യാമറയിൽ അതിനെ കാണുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് ചായ കുടിക്കാന്ന് വെച്ച് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ റോഡ് കടന്ന് അപ്പുറം തന്നെ ഒരു കഫ്റ്റീരിയ ഉണ്ട്. അങ്ങനെ നമ്മളവിടെ പോയി ഇരുന്ന് അതിൻ്റെ പുറത്ത് തന്നെ ചെയറെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പുറത്ത് തന്നെ ഇരുന്നേ, ഉള്ളിലൊന്നും കയറിയിട്ടില്ല. പുറത്തിരുന്ന് അങ്ങനെ നല്ല ചായയും ബോണ്ടയായിരുന്നു തിന്നത്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് അവിടെ ഇങ്ങനെ ഇരുന്ന് അതും കഴിച്ച് നടന്ന് തളർന്ന ക്ഷീണത്തിൽ കുടിക്കുന്നതാണ് ചായ. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുണ്ട് കേട്ടോ പൂച്ചകൾ. അപ്പം ഞാനിങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ 2 പൂച്ചകൾ ഓടി വന്നു അതിനും ഇട്ട് കൊടുത്തു. അവരും തിന്നു. അങ്ങനെ എല്ലാവരും ഹാപ്പി.